സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരം വേദിയാകാൻ ഒരുങ്ങുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇന്ന് Q8 നമുക്കൊപ്പം. നമസ്കാരം മിനിസ്റ്റർ. നമസ്കാരം. മന്ത്രിയുടെ തട്ടകത്തിൽ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാൻ ഒരുങ്ങുമ്പോൾ അത് എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്ന കാര്യമാണ്? എത്രത്തോളം ഉണ്ട് ഒരുക്കങ്ങൾ? ഞാൻ മന്ത്രിയായ ശേഷം ആദ്യ കലോത്സവം നടന്ന കോഴിക്കോടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ പ്രാവശ്യം കൊല്ലത്തായിരുന്നു. ഇപ്രാവശ്യം തിരുവനന്തപുരത്ത്. കൊല്ലത്തും കോഴിക്കോടുമായിരുന്ന അവസരത്തിൽ അവിടെയുള്ള മന്ത്രിമാരും ഞാനും ഒക്കെ തന്നെ ഒറ്റ മനസ്സോടുകൂടി നിന്ന് കലോത്സവം ജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചതാണ്. തിരുവനന്തപുരം അങ്ങനെ തന്നെ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് മാത്രമേ, അത് കൂട്ടായ പരിശ്രമമാണല്ലോ. എല്ലാവരും ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും പിന്നെ മാധ്യമങ്ങളും പിന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളും എല്ലാവരുടെ ഒരുമിച്ച് നിന്ന് ജയിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജനോത്സവം ആണല്ലോ നമ്മൾ പറയുന്നത്. ഏതാണ്ട് ശരി തന്നെയാണ്. 14,000 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അവരുടെ അധ്യാപകർ, രക്ഷകർത്താക്കൾ എല്ലാം കൂടെ വലിയൊരു നമ്പറാണല്ലോ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്നത്. കൊല്ലത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പിന്നെ എൻ്റെ ജില്ലയാണെന്നുള്ള കാര്യം ശരി തന്നെയാണ്, ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷേ അത് ഒരു കൂട്ടായ പരിശ്രമമാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ള ബഹുമാനപ്പെട്ട മന്ത്രി GR അനിലാണ് സംഘാടക സമിതിയുടെ ചെയർമാൻ. എല്ലാ MLA മാരും വിവിധ കമ്മിറ്റികളുടെ ചെയർമാന്മാരാണ്. 19 പിന്നെ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്, സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. 19 കമ്മിറ്റിയുടെയും ചെയർമാന്മാരെന്ന് പറഞ്ഞാൽ MLA മാർ, അതുപോലെ ജനപ്രതിനിധികളുമാണ്. നന്നായി തന്നെ എൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. ഫണ്ടില്ലായ്മയിലാണ് കലോത്സവം നടക്കുന്നതെന്ന് മന്ത്രി തന്നെ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫണ്ട് ഒരു പ്രശ്നമാണ്, പൊതുവിൽ ഒരു പ്രശ്നമാണ്. എങ്കിലും ധനകാര്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വളരെ അടിയന്തര കാര്യങ്ങളിൽ നിന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല. ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സ് നടന്നല്ലോ, ചെറിയ ഫണ്ട് വെച്ചാണ് തുടങ്ങിയത്. നന്നായിട്ട് നടത്തി തീർക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. യുവജനോത്സവത്തിന് ഫണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഫണ്ട് ധനകാര്യ വകുപ്പ് തരാറുണ്ട്. അത് കൂടാതെ കുറേ സ്പോൺസർഷിപ്പ് പിന്നെ വരാറുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പം എല്ലാവരും പിന്നെ സഹായിക്കുന്ന ഒരു സംരംഭമാണല്ലോ സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ. ഫണ്ടൊന്നും ഒരു പ്രശ്നമേ അല്ല. കുട്ടികൾ കൂടുതൽ വരികയും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ട സമയമായതുകൊണ്ട് അത് ആ ഒരു വിഷയം ബാധിക്കുകയില്ല, അങ്ങനെ ഒരു ഇല്ല. സാധാരണ കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സമയത്തിനും മേള നടത്തുക, മത്സരങ്ങൾ നടത്തുക, കുട്ടികൾക്ക് അക്കോമഡേഷൻ കൊടുക്കുക, നല്ല ഫുഡ് കൊടുക്കുക, ഇതൊക്കെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളെന്ന് പറയുന്നത്. അല്ല ഒരു 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ 4,000 കുട്ടികൾക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഫുഡ് കമ്മിറ്റി. 4,000 പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്നത്. ഒരു 10,000-ഓളം വരുന്ന ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് കാണുന്നതിന് വേണ്ടിയാണ് പ്രധാനപ്പെട്ട വേദി സെൻട്രൽ സ്റ്റേഡിയം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അസൗകര്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ സാധാരണഗതിയിലുണ്ടാവുന്ന ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഏത് നഗരത്തിലായിരുന്നാലും. എറണാകുളം നഗരത്തിൽ വളരെ കൂടുതലായിരുന്നു, തിരുവനന്തപുരത്തും വളരെ പിന്നെ കൂടുതലായിരിക്കും. അതെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടി പോലീസും നന്നായി തന്നെ പരിശ്രമിക്കുന്നുണ്ട്. അവരൊരു സ്കീമൊക്കെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. കുട്ടികളെല്ലാം അക്കോമഡേഷൻ സ്കൂളുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാകും. സ്കൂളുകളിൽ ഒരു 2-3 ദിവസം തങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതൊക്കെ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്, ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസും കൂടെയാണ്. ഫണ്ടില്ലായ്മ എന്ന് മന്ത്രി 2 തവണ എടുത്ത് പറഞ്ഞത് സ്വാഗതഗാനവുമായി ബന്ധപ്പെട്ട ദൃശ്യാവിഷ്കാരത്തിനായിരുന്നു. ആ പ്രസ്താവന പിൻവലിച്ചെങ്കിലും അതൊരു ഒരു വിവാദത്തിലേക്ക് ഒരു തുടക്കമിട്ട് കൊടുക്കുകയും. ഇല്ല, വിവാദത്തിലല്ല. ഞാനൊരു വസ്തുത പറഞ്ഞു. പറഞ്ഞപ്പോൾ അത് പിന്നെ ഒരു ചർച്ച ആരംഭിച്ചു, മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ട്. അപ്പോൾ നമ്മുടെ യുവജനോത്സവം തുടക്കത്തിൽ തന്നെ ഒരു വിവാദങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനത് പിന്നെ പിൻവലിച്ചായിട്ട് കണക്കാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിവാദങ്ങളങ്ങ് അവസാനിച്ചല്ലോ. ഫണ്ടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അത് പറഞ്ഞത്. അത് വേറെ പല കാരണങ്ങൾ കൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ സ്വാഗത ഗാനം ചെയ്യുന്നത് കലാമണ്ഡലത്തിലെ കുട്ടികളും ഞങ്ങളുടെ പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കുട്ടികളും ചേർന്നാണ്. കലാമണ്ഡലം എൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും അങ്ങനെ സാംസ്കാരിക വകുപ്പുമാണ് ചേർന്നുള്ളതാണ്. അവിടുത്തെ അക്കാഡമിക് കാര്യങ്ങൾ നോക്കുന്ന, പരീക്ഷ എടുക്കുന്നതൊക്കെ ഞങ്ങളാണ്. അപ്പം ഞങ്ങളുടെ തന്നെ സ്ഥാപനമാണ്. നമ്മുടെ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാകേന്ദ്രം കൂടിയാണ് കലാമണ്ഡലം. അപ്പോൾ ആരെ ഏൽപ്പിക്കുന്നേക്കാൾ നല്ലത് തന്നെയാണ്.
അതായത് അന്ന് മന്ത്രി ആ പ്രസ്താവന പിൻവലിച്ചെങ്കിലും അതൊരു വിഷയം പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയുണ്ടായി. അപ്പോൾ പല കലാകാരന്മാരും പറഞ്ഞത് എന്തുകൊണ്ട് സർക്കാർ ഇത്തരം പരിപാടികൾക്ക് സെലിബ്രിറ്റികളെ വിളിക്കുന്നു, ശരിക്കുള്ള കലാകാരന്മാരെ വിളിച്ചുകൂടി, ഒരുപാട് പേര് അവഗണിക്കപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷയമാണ്. അതെപ്പോഴെങ്കിലും അഡ്രസ്സ് ചെയ്യപ്പെട്ടിരുന്നു? ശരിക്കുള്ള കലാകാരന്മാരെ വിളിക്കുന്നത് വെച്ചാൽ അതായത് സിനിമാ താരങ്ങളല്ലാതെ ഈ കലയ്ക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിട്ടുള്ള നർത്തകരൊക്കെ ഉണ്ട്, അവരെയൊക്കെ വിളിച്ചുകൂടെ സർക്കാരിന് എന്നുള്ളൊരു ചോദ്യം. അല്ലാതെ അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പിന്നെ കനകക്കുന്നിൽ നൃത്തോത്സവം നടത്താറുണ്ട്. ഓണാഘോഷത്തിൻ്റെ പ്രോഗ്രാമിന് 4000-ഓളം വരുന്ന കലാകാരന്മാർക്ക് നല്ല അവസരം കൊടുക്കാറുണ്ട്. ഇത് പിന്നെ ഉദ്ഘാടന സമ്മേളനത്തിലും സമാപന സമ്മേളനത്തിലുമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രോഗ്രാം എന്ന് പറയുന്നത്. സമാപന സമ്മേളനത്തിന് ഒരു സെലിബ്രിറ്റിയെ വിളിക്കും, ഒരാളിനെ. അദ്ദേഹത്തിന് ഒരു 10 മിനിറ്റത്തെ റോളാണുള്ളത്. പിന്നെ ഉദ്ഘാടന സമ്മേളനത്തിൽ അങ്ങനെ മുഖ്യമന്ത്രി തന്നെയാണ് പ്രധാനപ്പെട്ട സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കലാകാരന്മാർക്കും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവസരങ്ങൾ കൊടുക്കുകയാണ്. അതിൽ ഈ യുവജനോത്സവം കാത്തിരിക്കേണ്ട കാര്യമില്ല, അതിനുള്ള സ്പേസും ഇല്ല യുവജനോത്സവത്തിൽ. യുവജനോത്സവത്തിൽ നൃത്തം കുട്ടികളെ അഭ്യസിപ്പിക്കാൻ സിനിമാ താരങ്ങൾ തന്നെ വേണോ എന്നായിരുന്നു അവർ ചോദിച്ചത്. ആ വിഷയമാണ് നൃത്തത്തിൽ നല്ല പരിചയം ഉണ്ടായ ശേഷം മാത്രമാണല്ലോ അവർ പിന്നെ സിനിമാ ലോകത്തിലേക്ക് തന്നെ പോകുന്നത്. അങ്ങനെ സിനിമാ ലോകത്തിലേക്ക് പോകുന്ന ആരെങ്കിലും കുട്ടികളെ നന്നായി പഠിപ്പിക്കാൻ തയ്യാറായി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഗതം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണക്കാർ അത് വേണ്ട, അതായത് സാധാരണ കലാകാരന്മാർ ചെറിയ തുകയിൽ ആര് ഇനിയും ഏതെങ്കിലും സ്കൂളുകളിൽ, കേരളത്തിലെ 14,000-ഓളം വരുന്ന സ്കൂളുകളുണ്ട്, ആ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഏത് അധ്യാപകൻ വന്നു കഴിഞ്ഞാലും അവരങ്ങനെ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് അതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുക്കാം. സിനിമാ താരങ്ങളല്ലെങ്കിലും സിനിമാ താരങ്ങളാണോ അല്ലേ എന്നുള്ള ഒരു വേർതിരിവൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ കലാകാരന്മാരുടെ ആക്ഷേപത്തിൽ കഴമ്പില്ല. ഇല്ല, ഒരു കഴമ്പില്ല. 2 വർഷം മുന്നേ നോൺ വെജ് വിവാദവും മന്ത്രി തന്നെയായിരുന്നു അന്ന് പറഞ്ഞ വാക്കുകൾ. അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. നോൺ വെജിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ വിദഗ്ധന്മാരോട്ടൊക്കെ സംസാരിച്ചപ്പോൾ അത് പ്രായോഗികമല്ല, അത് ശരിയാവുന്ന രീതിയല്ല ഉള്ളത്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സ് എറണാകുളത്ത് നടന്നപ്പം എല്ലാ ദിവസവും നോൺ വെജിറ്റ് കൊടുത്തല്ലോ. അത് കായിക മത്സരത്തിന് അതാവാം, കലാമത്സരത്തിന് പിന്നെ അത് വേണ്ട എന്നുള്ള ഒരു പൊതു അഭിപ്രായമാണ് ഇതിൻ്റെ എല്ലാ ബന്ധപ്പെട്ടവർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചെന്ന് മാത്രമേ. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ പുതിയ വിജ്ഞാപനം ഇറക്കിയപ്പോൾ അത് കുട്ടികളുടെ പക്ഷത്ത് നിന്ന് മാത്രമേ കേരളം പരിഗണിക്കൂ എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വിജ്ഞാപനം തള്ളിക്കളയുന്നു? അതായത് പിന്നെ തള്ളിക്കളയുന്നല്ല പറഞ്ഞത്. കേരളത്തിൻ്റേതായ ഒരു നയമുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുണ്ട്, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുണ്ട്, എല്ലാ കാർഷിക രംഗത്തെ കാര്യത്തിലുണ്ട്, ആഗോളവൽക്കരണം ഉദാരവൽക്കരണം നടപ്പിലാക്കുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ ഒരു പിന്നെ നിലപാടുണ്ട്. അതുപോലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നതിൽ കേരളത്തിനൊരു നിലപാടുണ്ട്. കേന്ദ്രം കേരളത്തോട് എല്ലാ നിലയിലും അവഗണനയാണ് കാണിക്കുന്നത്. ദുരന്തങ്ങളെ പോലും കേന്ദ്രം ഒരു പിന്നെ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടിയുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചത്, കുട്ടികളെ തോൽപ്പിക്കുക എന്നത് കേരളത്തിലെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ LDFൻ്റെ അജണ്ടയല്ല. എന്നാൽ കുട്ടികളുടെ നിലവാരം ഉയർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. ഇപ്പോൾ മിനിമം മാർക്ക് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ 30-35 മാർക്ക് ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിന് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഓൾ പ്രൊമോഷനാണല്ലോ, എല്ലാവരും ജയിച്ചങ്ങ് പിന്നെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഒരു സ്ഥലത്തും ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. ഒരു കുട്ടി വളരെ മോശമാണെങ്കിൽ ആ കുട്ടി എന്തുകൊണ്ട് മോശമായെന്ന് സംബന്ധിച്ചുള്ള റെസ്പോൺസിബിലിറ്റി ഒരു സ്ഥലത്തും ഫിക്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മിനിമം മാർക്ക് നടപ്പിലാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഒരു 10ാം ക്ലാസ്സിൽ ഡയറക്റ്റായിട്ട് നടപ്പിലാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ ആദ്യം ഒന്ന് പരീക്ഷിക്കുന്നത്. ഈ വർഷം നടപ്പിലാക്കും. അപ്പോൾ 8ാം ക്ലാസ്സിൽ ആ പരീക്ഷ നടക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് പിന്നെ 10 കുട്ടികൾ പിന്നെ പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, ആ കുട്ടികൾക്ക് വീണ്ടും നമ്മളൊരു അഡീഷണൽ ക്ലാസ് കൊടുക്കുകയാണ്. അഡീഷണൽ ക്ലാസ് കൊടുത്ത ശേഷം 2-3 ആഴ്ച കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ആ കുട്ടികളെ പരീക്ഷ എഴുതിയ ശേഷം 8ൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് 9ാം ക്ലാസ്സിലാക്കും. തോപ്പിക്കുന്ന പ്രശ്നമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ പരീക്ഷ നടത്തി കുട്ടികളെ ബോർഡ് പരീക്ഷയുള്ള പോലെ തന്നെ ജയവും തോൽവിയും നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരുപാട് കുട്ടികൾ പെട്ടെന്ന് നടപ്പിലാക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. അത് നടപ്പിലാക്കാൻ കേരളം തയ്യാറല്ല. ഞങ്ങൾ കുട്ടികളുടെ പക്ഷത്തു നിന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ബോധപൂർവം മനഃപൂർവ്വം കുട്ടികളെ തോൽപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല.
ഈ കൃത്യമായ മൂല്യനിർണ്ണയം ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ നിലവാരം ഉറപ്പാക്കാനാകും. അപ്പോൾ പിന്നെ ഓൾ പ്രൊമോഷൻസ് എന്ന് പറഞ്ഞതിൽ ഇങ്ങനെ കടിച്ച് തൂങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓൾ പ്രൊമോഷനിൽ കടിച്ച് തൂങ്ങുന്നില്ല. നമ്മൾ എടുത്തിട്ടുള്ള ആദ്യം ആ നിലപാടെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുമ്പോൾ അല്ല, എല്ലാവരെയും പാസ്സാക്കും എന്ന് തന്നെയാണല്ലോ മിനിസ്റ്റർ അല്ല, പറഞ്ഞത്. അത് മോശപ്പെട്ട കുട്ടികൾ നമുക്ക് തഴയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു കുട്ടി കുറച്ച് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആ കുട്ടിയെ നമുക്ക് ഉപേക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കഴിയില്ല. അവന് അത് പരിഹാരം കണ്ടെത്തിയിട്ട് അടുത്ത ക്ലാസ്സിലെത്തേക്ക് അവന് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ആ വർഷം തന്നെ ആ ചെറിയ സമയം കൊണ്ട് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അവന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. പരീക്ഷണമാണല്ലോ, പരീക്ഷിച്ച് നോക്കട്ടെ. ഈ അത് അപ്പോഴും ഈ പല കുട്ടികൾക്കും എഴുത്തും വായനയും അറിയില്ല എന്നൊക്കെ വിദ്യാഭ്യാസ അവരൊക്കെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ നിലവാരമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുട്ടികളൊന്നും അത്ര മോശപ്പെട്ട നിലവാരമൊന്നും ഉള്ളവരൊന്നുമല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത് ജനറലൈസ് ചെയ്യുന്നൊരു കാര്യമില്ല. അല്ല, മന്ത്രിമാർ വരെ പറഞ്ഞിട്ടുണ്ടല്ലോ പലർക്കും SLC പാസ്സായ പലർക്കും ശരിക്കും വായന അറിയില്ല. അതൊക്കെ മന്ത്രിമാരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. എല്ലാ കുട്ടികളെയും അതായത് കൃത്യമായി അങ്ങനെ പാസ്സാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തുമ്പോൾ ഈ കുട്ടികൾ വല്ലാതെ പതറിപ്പോകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് പല വിദ്യാഭ്യാസ വിദഗ്ധരും പറയുന്നു കൃത്യമായി വളരെ പണ്ടത്തെ പോലെ തന്നെ മൂല്യനിർണ്ണയം നടത്തിയാൽ മതി. അതാണല്ലോ ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ മൂല്യനിർണ്ണയം നടത്തുക. കുട്ടികൾക്ക് പിന്നെ നിരന്തരമായ മൂല്യനിർണ്ണയത്തിന് കൊടുക്കുന്ന 20 മാർക്ക് അത് ഇന്ന കാര്യത്തിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും ഇതിപ്പോൾ ഞങ്ങളിപ്പം പിന്നെ സബ്ജക്റ്റ് മെനു നടപ്പിലാക്കിയ വഴി അധ്യാപന ഉത്തരവാദിത്വമുണ്ട്, കുട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്, രക്ഷകർത്താവിന് ഉത്തരവാദിത്വമുണ്ട്, സ്കൂളിൻ്റെ HM-നും പിന്നെ അതുപോലെ ഉത്തരവാദിത്വമുണ്ട്, DOയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടൊരു വലിയ ഉത്തരവാദിത്വം തന്നെ ഫിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉത്തരവാദിത്വം ഇല്ല ആർക്കും. കാരണം എല്ലാവരും ജയിച്ചു പോകാണല്ലോ. ഈ വിദ്യാർത്ഥികളെ ഇങ്ങനെ തോൽപ്പിക്കുന്നതിനൊപ്പം നിൽക്കില്ല എന്നുള്ളൊരു നിലപാട് പരിഷത്ത് എടുത്തിരുന്നു. അതിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ്. പരിഷത്ത് പല ഘട്ടങ്ങളിലും പിന്നെ പല അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായമൊന്നുമില്ല. പരിഷത്ത് പറയുന്നതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം അതല്ല. പരിഷത്ത് പറഞ്ഞ അഭിപ്രായം ഗവൺമെൻറ് അഭിപ്രായമല്ല. അല്ല, അപ്പോഴും മിനിസ്റ്റർ പറയുന്നത് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കുട്ടികളെ കേപ്പബിളാക്കി പുതിയ ക്ലാസ്സിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. അത്രയും ഫാക്കൽറ്റിയും സൗകര്യങ്ങളും ക്ലാസ്സുകളും നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ? നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട ഒരു കാര്യമില്ല, അത് ഞങ്ങൾ റെഡിയാക്കണം. സ്റ്റേറ്റ് സിലബസുമായി ബന്ധപ്പെട്ട് സിലബസിൻ്റെ ഉള്ളടക്കം പോരാ, അതുകൊണ്ട് പല കുട്ടികളും സ്റ്റേറ്റ് സിലബസ് വിട്ടുപോകുന്നു എന്നുള്ളൊരു പരാതിയും പല വിദ്യാഭ്യാസ വിദഗ്ധരും പറയാറുണ്ട്. അതിനോട് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അതായത് സിലബസ് പരിഷ്കരണം പൂർണ്ണമായിട്ടല്ല നടപ്പാക്കിയത്. സിലബസ് പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ എല്ലാവരും സമസ്ത ജനങ്ങൾ സ്വാഗതം ചെയ്തേക്കുകയാണ്. അത് പോരാ എന്നുള്ളൊരു അഭിപ്രായം അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. എൻ്റെ ശ്രദ്ധയപ്പെട്ടില്ല. ആരും എനിക്കങ്ങനെ ഒരു പരാതി തന്നിട്ടുമില്ല. നമ്മുടെ സിലബസ് കൃത്യമാണ്, വളരെ കൃത്യമാണ്. അതിലൊരു പരിഷ്കരണം, കൂടുതൽ പരിഷ്കരണത്തിന് ആവശ്യമില്ല. ഇപ്പോൾ പരിഷ്കരിച്ചല്ലോ, വിദഗ്ധന്മാർ കൂടിയിരുന്നതിനല്ലോ പരിഷ്കരിച്ചത്. ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് പറഞ്ഞോ അല്ലല്ലോ നമുക്ക് ജനറലൈസ് ചെയ്യേണ്ടത്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അത് അത്ര നിങ്ങൾ മാധ്യമങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ മുതൽ 10ാം ക്ലാസ് വരെ ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മോഡൽ പരീക്ഷ നടത്താറുണ്ടല്ലോ. അതിലൊന്നും SLC പരീക്ഷ നടത്തുന്ന പോലുള്ള സെക്യൂരിറ്റി ഒന്നും ഉണ്ടാവാറില്ലല്ലോ. ആർക്ക് വേണോ ചോദ്യപേപ്പറൊക്കെ അത് പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസ്സിൽ വെച്ചോ ഇത് കൊണ്ടെത്തിക്കുന്ന സമയത്ത് ഒരാഴ്ച മുമ്പേ തന്നെ കൊണ്ടെത്തിക്കുന്നത് ചോദ്യപേപ്പർ സ്കൂളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആർക്ക് വേണോ അതിനുവേണ്ടി പ്രശ്നം വെച്ച് ചോർത്താൻ കഴിയുന്നതാണ്. അപ്പോൾ അത് അത്ര ഗൗരവമുള്ള വിഷയമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഈ വലിയ ട്യൂഷൻ സെൻ്ററുകളൊക്കെ ഇത് ഇൻവോൾവ് ആയിരിക്കുന്നതുകൊണ്ടാണല്ലോ ഇത് വലിയ ചോദ്യമായിട്ട് ചോദിക്കുന്നത്. അതൊക്കെ മാധ്യമങ്ങൾ വലിയ വാർത്തയൊക്കെ കൊണ്ടുവന്നതാണ്. അതിലൊന്നും ഒരു വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമില്ല. പ്രധാനപ്പെട്ട ട്യൂഷൻ സെൻ്ററുകളൊക്കെ അവരുടെ പേരുകളൊക്കെ ഇതിനകത്ത് ഉയർത്തപ്പെടുന്നു. അതൊക്കെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഞാൻ പറയുന്നത് ശരിയല്ല. ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്ത് പങ്കുണ്ടാകും, അതിനകത്ത് ആർക്കെങ്കിലും അന്വേഷിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടല്ലോ. ആരോപണം ആര് പറഞ്ഞ ആരോപണം? UDF അടക്കം ഉന്നയിക്കുന്നത് ഇടത് അധ്യാപക യൂണിയനിലെ അധ്യാപകരാണ് ഈ ചോർച്ചയ്ക്ക് പിറകിലെന്നുള്ളൊരു ആരോപണമാണ്. അതിപ്പം UDF പിന്നെ അല്ലാതെ അനുകൂലിച്ച് പ്രസ്താവന ഇറക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് പറഞ്ഞ പ്രസ്താവന ഇതുവരെ ഇറക്കിയിട്ടില്ലല്ലോ കഴിഞ്ഞ 3 വർഷമായിട്ട്. ഇതിന് മാത്രം ഇറക്കും. ട്യൂഷൻ സെന്ററിന്റെ അഭിഭാഷക ഒരു CPM നേതാവിന്റെ ഭാര്യയാണ് എന്നുള്ള എനിക്കത് ഞാനൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അല്ല, അത്തരം കാര്യങ്ങൾ അന്വേഷണത്തിൽ വരുന്നുണ്ടോ? നമ്മളൊരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അതിൽ ഈ ചോദ്യപേപ്പറും അതുമായി ബന്ധപ്പെട്ടുള്ള ട്യൂഷൻ സെൻറ്റർ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ
അന്വേഷണ പരിധിയിൽ വരുമെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പ്രവർത്തകർ പറയുന്നത് നേരത്തെ സിലബസ് അത് കുഴപ്പമില്ലാന്ന് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ഹയർ സെക്കൻഡറിയെ തകർക്കുന്ന ഒരു ഇല്ലാതാക്കുന്ന സമീപനം ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഹയർ സെക്കൻഡറി ഇല്ലാതാക്കിക്കൊണ്ടുള്ള അത് സെക്കൻഡറിയിലേക്ക് കൊണ്ടുവരികയാണല്ലോ ഇതെല്ലാം. +1 +2 10ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചായല്ലോ അത് ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുകയാണെന്നുള്ള ആയിട്ട് എത്ര വർഷമായി? ആയിട്ട് ഏതാണ്ട് എത്രയോ വർഷമായി. 3 വർഷം കൊണ്ട് ആയതല്ലല്ലോ, 8 വർഷക്കാലം കൊണ്ട് ആയതല്ലല്ലോ, മുമ്പേ ആയതാണല്ലോ. അതൊന്നും ഉന്നത വിദ്യാഭ്യാസം ഇതുവരെയും തകർന്നില്ലല്ലോ. ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് തന്നെ പോവുകയാണല്ലോ. അത് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. +1 +2 10 കഴിഞ്ഞാൽ +1 +2 പ്രിൻസിപ്പാൾ, ഹെഡ് മാസ്റ്റർമാർ പ്രിൻസിപ്പാളായി. അങ്ങനെ ക്രമീകരണങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. അത് വന്നിട്ട് ഒരുപാട് ദിവസം. ഓക്കെ, വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പല ആരോപണങ്ങൾക്കും കടമ്പില്ല എന്നുകൂടി മന്ത്രി പറയാണ്. ഞാൻ അല്ലാണ്ട് ഒരു കാര്യം ചോദിച്ചിട്ട്, വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളായിട്ട് മന്ത്രി മാധ്യമങ്ങളിൽ ചിത്രീകരിക്കപ്പെടാറുണ്ട്. ന്യായമായ ആവശ്യങ്ങൾ പ്രതികരിക്കുമല്ലോ. നമ്മൾ മൗനം പാലിക്കേണ്ട കാര്യമില്ലല്ലോ. അനാവശ്യത്തിന് പ്രതികരിക്കാറില്ല. അതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിടെ നിയമസഭയിലുണ്ടായ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി കൈപിടിച്ച് നിർത്തി എന്നുള്ളൊരു വാർത്താ ചിത്രം പോലും പെട്ടെന്ന് അതൊന്നും ഒരു വലിയ വാർത്തയൊക്കെ മാറ്റേണ്ട കാര്യമില്ല. അത് നിയമസഭയിൽ ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എണീറ്റ് മുഖ്യമന്ത്രി അടുത്തേക്ക് പോകുന്നത് വലിയ വാർത്തയുടെ കാര്യമല്ല ഉണ്ടാകും. മാധ്യമങ്ങളാണല്ലോ വാർത്തകൾ സൃഷ്ടിക്കുന്നതും അല്ലാതാക്കുന്നതും. അതിലൊരു കാര്യമില്ല. അതിലെന്താ ഒരു പ്രശ്നം? പ്രത്യേകതകൾ എന്താ? SFIയുടെ ഒരു തീപ്പൊരി നേതാവായിരുന്ന ഒരാൾ പിന്നീട് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ അന്ന് ആ സമയത്ത് കുറേ ആ തരത്തിലുള്ള ചില ട്രോളുകളൊക്കെ വന്നിരുന്നു. അത് ഈ 3 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുന്നത്? നിങ്ങൾ പറ എങ്ങനെയാണെന്ന്. മന്ത്രി എങ്ങനെയാണ് കാണുന്നത്? അല്ല, നിങ്ങൾ 10 മാധ്യമങ്ങളിലെ ഇപ്പോൾ എല്ലാം പിന്നെ വിലയിരുത്തുകയും എല്ലാം ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളാണല്ലോ അന്തിച്ചർച്ചയല്ല. നിങ്ങൾ പറ, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? അതിനുശേഷം ഞാൻ പറയാം. ആ സമയത്ത് ആ ട്രോള് വന്നപ്പോൾ അല്ല, അതിരിക്കട്ടെ. ഈ അല്ല, അതിൽ കാര്യമില്ലാന്ന് തോന്നിയോണ്ടാണല്ലോ ഞാനത് ചോദിക്കുന്നത്. ആ സമയത്ത് അത് എങ്ങനെയാണ് തോന്നിയത്? എനിക്കതൊന്നും തോന്നിയിട്ടേ ഇല്ല. തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പം അന്ന് അങ്ങനെ ട്രോൾ ഇറക്കിയവരെല്ലാം ഇപ്പോൾ ആ ട്രോൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. മിനിസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ നന്നായിട്ട് ഇടപെടുന്ന ഒരാളാണ്. കുട്ടികളുടെ നേട്ടങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന അതെങ്ങനെയാണ് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പ്രശ്നം? ഞാൻ പോസിറ്റീവായിട്ടാണ് ചോദിച്ചത്. അല്ല, അത് എനിക്ക് ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടമാണ്. അത് കുട്ടികളിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ് റെസ്പോൺസ് വരാറുണ്ടോ? അവർ നേരിട്ട് എല്ലാ കുട്ടികളും വിളിക്കാറുണ്ട്, നമ്പർ കണ്ടുപിടിച്ച് വിളിക്കാറുണ്ട്. ഈ സംസ്ഥാന ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പിൻവാങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് അധ്യാപകർക്ക് തന്നെ പണം മുടക്കേണ്ട ഒരവസ്ഥ, ആ തരത്തിലുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് വന്നു. അത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അത് മറികടന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്ന് തന്നെയാണ് എൻ്റെ ശ്രദ്ധയിൽ. പെട്ടിട്ടില്ല. സാധാരണഗതിയിലുള്ള പോലെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പരാതിരഹിതമായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഘടകമൊക്കെ സാധാരണ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതൊന്നും വലിയ വാർത്തയുടെ പ്രശ്നമില്ല. അതിൻ്റെ പേരിൽ ഉച്ചഭക്ഷണം നിർത്തിവെക്കാൻ പോകുന്നു ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? മന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒരിടത്ത് നിർത്തിവെച്ചിട്ടില്ലല്ലോ. കടമൊക്കെ വരും സ്വാഭാവികമായിട്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടാൻ ചില വൈകിയെന്ന് വരും, സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് കിട്ടാൻ വൈകിയെന്ന് വരും. കടം ശാശ്വതമായിട്ടുള്ള കടമല്ല, അത് കൊടുത്ത് തീർക്കും. അങ്ങനെ തന്നെയാണ്. ഒറ്റ കാര്യം കൂടി, ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള കായികമേള നടത്തിയതാണ്. ആ തരത്തിൽ സർക്കാർ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണം എന്ന് സാധാരണക്കാരും ആലോചിക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള കൂടുതൽ പദ്ധതികൾ മനസ്സിലാക്കും. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പിന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇൻക്ലൂസീവ് സ്പോർട്സ് എറണാകുളത്ത് നടത്തിയത്. അത് എല്ലാ മേഖലയിലും വേണമെന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. അത് കൂടുതലായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു പദ്ധതി? അല്ലാതെ സ്കൂളുകളുടെ ബിൽഡിംഗ് നിർമ്മിക്കുന്ന കാര്യത്തിലായിരുന്നാലും, കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായിരുന്നാലും, ആ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിലും, എല്ലാ കാര്യങ്ങളിലും അത് വേണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. ഈ സ്കൂൾ ടൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിഷ്കരണമൊക്കെ അതൊന്നും നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരിൽ നിന്ന് എതിർപ്പ് വന്നതുകൊണ്ടാണോ? ഒരു എതിർപ്പും ആരുടെ ഭാഗത്തും വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു ചർച്ചയിലേക്ക്? ഇപ്പോൾ ഒരു ആവശ്യമില്ല എന്ന് സർക്കാരിൻ്റെ നയം അതാണ്. ഇപ്പോൾ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള ടൈം തന്നെയാണ് ശരിയായിട്ട് പോകുന്നത്. അത് മതിയെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. ഇടത് യൂണിയനും ഇതിന് അധ്യാപക യൂണിയനൊക്കെ പ്രതിഷേധം അന്ന് ആ ചർച്ചയിലോട്ട് വന്നപ്പം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് സർക്കാർ പിന്മാറി? ഇടത് യൂണിയനൊന്നും ഉയർത്തിയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അല്ല, അതിനുള്ള റീസൺ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ടൈം മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഏതായാലും നമുക്കൊപ്പം ഓക്കെ, താങ്ക് യു.